ഒരു അളവ് ബ്ലൗസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ബ്ലൗസ് കട്ട് ചെയ്യാം എന്നാണ് ഇന്നത്തെ ക്ലാസ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അളവ് ബ്ലൗസ് അവർ തന്നിട്ടുണ്ട്, തുണിയുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ 3 ബ്ലൗസ് പീസ് തന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണമാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. കട്ട് ചെയ്തിട്ട് പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇടാം കേട്ടോ. ഒരെണ്ണം കട്ട് ചെയ്യുന്ന തുണി ഇത് 1 മീറ്റർ ഉണ്ട്. 1 മീറ്റർ തുണിയാണ് കട്ട് ചെയ്യുന്ന. പല വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, നോക്കിക്കോ. തുണിയെ നമ്മൾ ഇതേപോലെ എന്താ 2ആയിട്ട് മടക്കും. ബാക്ക് പീസാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. തുണിയെ 2ആയിട്ട് മടക്കിയതിന് ശേഷം ബാക്ക് പീസ് ആദ്യം കട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, ബാക്ക് തുണിയെ 2ആക്കി മടക്കിയതിന് ശേഷം നമ്മൾ ആദ്യം ബാക്ക് പീസ് കട്ട് ചെയ്യുക. ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് ഒരു ലൈൻ കൊടുക്കണേ, തുണിയെ ലെവലാക്കി. ഇനി നമുക്ക് വേണ്ടുന്ന ഇറക്കെടുക്കണം. അപ്പോൾ നമ്മുടെ അളവ് ബ്ലൗസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അളവ് പ്രകാരമാണ് ബ്ലൗസ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് കണ്ട നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് പീസിൻ്റെ ലെന്ത് എടുക്കണം. നമ്മൾ ബാക്ക് ഭാഗമല്ലേ വെട്ടാൻ പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ ഷോൾഡറിൽ നിന്ന് ഈ നമ്പറില്ല 1 ടേപ്പ് കൂടെ വെച്ചതിന് ശേഷം ലെന്ത് ഇറക്കം നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഇറക്കം വന്നേക്കുന്നത് തുണിയും ടേപ്പും കൂടെ ഇങ്ങനെ ഒപ്പം പിടിക്കണം കേട്ടോ. തുണിയും ടേപ്പും കൂടെ ഒപ്പം പിടിച്ചപ്പോൾ വന്നേക്കുന്നത് ഇറക്കം വന്നേക്കുന്നത് 15. ഈ എടുത്ത ഇറക്കത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടണം. ഈ നമുക്കിവിടെ 15 കിട്ടിയോണ്ട് 1 ഇഞ്ച് കൂടെ കൂട്ടുമ്പോൾ 16 എടുക്കണം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 16 മാർക്ക് ചെയ്യാം, ഇങ്ങോട്ട് നീക്കി 16 മാർക്ക് ചെയ്യാം. ഓക്കെ, ഈ 1 ഇഞ്ച് കൂട്ടുന്നത് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ അരയിഞ്ച് പോവും. ഇവിടെ നമ്മൾ മടക്കി വേറെ പീസ് വെച്ച് അടിക്കുമ്പോൾ അരയിഞ്ച് പോകും. അതിനാണ് 1 ഇഞ്ച് കൂട്ടുന്നത്. അപ്പോൾ കിട്ടിയ ഇറക്കത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കുക. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ബ്ലൗസ് കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ചുളിവെല്ലാം മാറ്റിയതിന് ശേഷം കറക്റ്റ് ഇങ്ങനെ വെക്കണം. കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഷോൾഡർ ടു ഷോൾഡർ കേട്ടോ. ഈ ഷോൾഡർ മുതൽ കണ്ട ഈ ഷോൾഡർ വരെയുള്ള ലെന്ത് നോക്കണം. കണ്ട ഈ ഷോൾഡർ മുതൽ നെക്കുകൾ ബ്ലൗസ് കറക്റ്റ് ഷോൾഡർ ഇങ്ങനെ വെച്ചതിന് ശേഷം ഷോൾഡർ ഈ കൈയുടെ ജോയിൻ്റ് ഇല്ലേ, ഈ ജോയിൻ്റ് മുതൽ ഈ ജോയിൻ്റ് വരെയുള്ള ലെന്ത് നീളം നോക്കണം. ഷോൾഡറാണ് നമ്മൾ എടുക്കുന്നത്. 10 ഉണ്ട്. അപ്പോൾ 10യുടെ പകുതി എടുക്കണം. ഇവിടുന്ന് ഇവിടം വരെ നമുക്ക് ടേപ്പിൽ കിട്ടിയേക്കുന്നത് 10. അപ്പോൾ 5.25. ഷോൾഡർ എടുക്കുമ്പോൾ എപ്പോഴും പകുതിയാണ് കേട്ടോ, ഹാഫ്. അപ്പോൾ 5.25 എടുത്തതിന് ശേഷം തയ്യൽ തുമ്പ് അരയിഞ്ച് കൂടെ കൂട്ടുക, 5.25 എടുക്കുക കേട്ടോ. നമ്മൾ അളവിലായതുകൊണ്ട് നമുക്ക് നമുക്ക് 10 കിട്ടിയേക്കുന്നത്. 10യുടെ പകുതി 5.25 എടുത്തു. അരയിഞ്ച് തയ്യൽ തുമ്പ് കൂടെ എടുക്കുമ്പോൾ 5.25. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നുള്ള കൈക്കുഴി കാണുക. ഈ ഷോൾഡറിൽ നിന്ന് ബ്ലൗസ് അങ്ങാതെ ചുരുണ്ട് പോകും. ചുളിവ് മാറ്റിയിട്ട് നോക്കണം കേട്ടോ, തേക്കണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ തന്നെ കൈക്കുഴി നമ്മൾ ഷോൾഡർ നമുക്ക് കിട്ടി. ഷോൾഡറിൽ നിന്ന് കൈക്കുഴി നോക്കണം. ഇവിടം വരെയുള്ള കൈക്കുഴിയുടെ ലെന്ത് നോക്കുക. അപ്പോൾ ഞാൻ 6 ഇഞ്ചുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഹാം ഹോൾ റൗണ്ട് നോക്കണം. 9 വന്നേക്കുന്നത്. ഹാം ഹോൾ റൗണ്ട് 9 ഇപ്പുറത്തും ഒരു 9 ഉണ്ടല്ലോ, റൗണ്ട് വരത്തില്ലേ, 9 18. അപ്പോൾ നമ്മളൊരു ഉദ്ദേശം ഇവിടെ എടുക്കുക. ഈ ആം ഹോൾ റൗണ്ടിൻ്റെ അനുസരിച്ചാണ് കൈക്കുഴിയുടെ
ലെന്ത് എടുക്കുന്നത്. അപ്പം ഞാൻ ഒരു 5.5 മാർക്ക് ചെയ്യും. 5.5 മാർക്ക് ചെയ്ത ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5.5 ഇവിടെ നമുക്ക് ആം ഹോൾ ഷോൾഡർ വന്നേക്കുന്ന 5.25 ഇവിടെ 5.5 എടുത്ത് മാർക്ക് ചെയ്തിട്ട് 5.25 ഉണ്ടോ നോക്കണം, അല്ലെങ്കിൽ വളഞ്ഞു പോകരുത്. എന്നിട്ട് നമുക്ക് ഇതിനെ ഇങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇനി വണ്ണം നോക്കണം. ഈ ബാക്ക് പീസ് കെട്ടുമ്പോൾ ഇവിടുത്തെ വണ്ണം നോക്കാം കേട്ടോ. ഇവിടെ നിന്ന് ഈ കൈയുടെ ഈ ജോയിൻ്റ് മുതൽ കണ്ട, ഈ ജോയിൻ്റ് മുതൽ ഈ ജോയിൻ്റ് വരെയുള്ള നീളം നോക്കുക. 22 നിവർത്തിയിട്ടിട്ടല്ലേ എടുത്തേക്കുന്നത്. ബാക്ക് നമ്മൾ ഇങ്ങനെ ഇട്ടല്ലോ. ഇത് നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ മടക്കിയിട്ടേക്കുക. അപ്പോൾ ഈ 22ൻ്റെ പകുതി എടുക്കണ്ടേ കേട്ടോ. ബാക്ക് ഇങ്ങനെ ഇവിടുന്ന് ഇവിടം വരെ നമ്മളിങ്ങനെ ഇതിട്ടപ്പം 22 ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് തുണി മടക്കി ഇട്ടേക്കുന്നതുകൊണ്ട് 11 എടുത്താൽ മതി, അതിൻ്റെ ഹാഫ് കേട്ടോ. ഓക്കെ. അപ്പോൾ 11 മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ മൊത്തം ചെസ്റ്റ് ലൈൻ കെട്ടി. നമ്മളെടുത്തത് എന്താണ്? ചെസ്റ്റാണ്. ബാക്കിൽ ചെസ്റ്റ് വണ്ണാണ്. ഇവിടുന്ന് ഇവിടം വരെ നമുക്ക് നോക്കിയപ്പോൾ 22 ഉണ്ട്. 22ൻ്റെ പകുതിയാണ് 11. അപ്പോൾ 11 നമ്മളിവിടെ എടുത്തു. അപ്പോൾ നമുക്ക് ചെസ്റ്റ് ലൈൻ കാണും. ഇവിടുത്തെ വേസ്റ്റ് ഭാഗത്തെ ബാക്കിലെ വണ്ണം കൂടെ നോക്കുക. അളവ് ബ്ലൗസിൽ നിന്ന് എടുത്ത് തയ്ക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇങ്ങനെ നോക്കി ചെയ്യും. 18 ബാക്കിലെ വണ്ണം വന്നേക്കുന്നത് 18. ഇവിടെ നിന്ന് ഇവിടം വരെ വന്നേക്കുന്നത് 18. അപ്പോൾ ഇവിടെ നമുക്ക് 9 കൊടുക്കാം. അതിൻ്റെ പകുതി കിട്ടിയ വണ്ണത്തിൻ്റെ പകുതി. പിന്നെ ബാക്കിൽ ഇവിടെ ഒരു ടക്കുണ്ടല്ലോ, അതിന് അരയിഞ്ച് കൂടെ കൂട്ടി. അപ്പോൾ 9.5 എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ 2 ലൈനും കൂടെ നമുക്ക് ജോയിൻ ചെയ്യാം. ഇവിടെ 1.5 ഇഞ്ച് കൈയെത്തുമ്പോൾ. ഓക്കെ. ഇനി നമുക്ക് ആം ഹോൾ റൗണ്ട് എത്ര വന്നേക്കുന്നതെന്നും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കൈക്കുഴിയുടെ വണ്ണം. ഞാൻ എപ്പോഴും ഇതിനെ ഇങ്ങനെ നോക്കിയാണ് ആം ഹോൾ റൗണ്ടിൻ്റെ അനുസരിച്ചാണ് കൈക്കുഴിയുടെ ലെന്ത് കൂട്ടുന്നത്. എല്ലാം ചുരിദാറായാലും ബ്ലൗസായാലും എല്ലാം ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ കൈക്കുഴിയുടെ പുറത്ത് ലൂസ് വരത്തില്ല, എല്ലാം കറക്റ്റായി. അല്ലാതെ ഷോൾഡർ തന്നെ ഇത്ര എടുത്തിട്ട് ആ ഷോൾഡർ തന്നെ ചിലർ പറയുന്ന കേട്ടോ, ഷോൾഡർ 6 12 അതിൻ്റെ പകുതി എടുത്ത് 6 എടുക്കുക, അത് തന്നെ കൈക്കുഴി എടുക്കുക. അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത്. ഇതേപോലെ ഇപ്പം നമുക്ക് ഇവിടെ വന്നേക്കുന്നത് 9 9 18. അപ്പം നമുക്ക് ഞാനിപ്പോൾ എത്ര എടുത്തതിൻ്റെ കൈക്കുഴി ഒരു ഉദ്ദേശം എടുത്തേക്കുന്നത് കേട്ടോ. ഒരു 6 എടുത്തിട്ടുണ്ട്. 6 എടുത്തതിന് ശേഷം നമ്മളിതിൻ്റെ സെൻറ്റർ കാണണം. 3 മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വണ്ണം ഇവിടാണ്. ഹോൾ കർവ് ഉണ്ടെങ്കിൽ ഇതേപോലെ വെക്കണം കണ്ടോ. ഇതേപോലെ ഇവിടെ 4 ഇഞ്ച് ഇങ്ങനെ തട്ടി മാറ്റിയതിന് ശേഷം ഷോൾഡർ ഇതല്ലേ, അവിടെ നിന്ന് 4 ഇഞ്ചിന് ഇങ്ങനെ നീക്കിയിട്ട് ഇവിടെ പകുതിയുടെ അടുത്ത് ഇവിടെ കൊണ്ടുവന്ന് എന്നിട്ട് നമ്മൾ ഇതേപോലെ പകുതിയിൽ നിന്ന് ഇങ്ങനെ വരച്ച് ഷേപ്പ് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കുക. 18 വേണ്ട, അതിൻ്റെ പകുതി 9 കിട്ടുന്നതെന്ന് നോക്കുക. വേണ്ട 10 കിട്ടുന്നുണ്ട്. അപ്പോൾ 10 10 20. അപ്പോൾ നമുക്ക് 6 ഇഞ്ച് വേണ്ട കേട്ടോ. അപ്പം നമ്മളൊന്ന് എന്ത് ചെയ്യണം, ഒരു 5.5 എടുക്കാം. 5.5 എടുത്തിട്ട് ഇപ്പോൾ ഈ ചെയ്തതുപോലെ മുകളിലോട്ടാക്കി. കുറവാണെങ്കിൽ ഇങ്ങോട്ടെടുക്കും, കൂടുതലാണെങ്കിൽ ഇങ്ങനെ എടുക്കും കേട്ടോ. അപ്പം 5.5 എടുത്തിട്ട് 5.5യുടെ പകുതി 2.25. 2.25 എടുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇങ്ങനെ എടുക്കുക, ഷേപ്പ് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടുമെന്ന് നോക്കുക. നിങ്ങളെ കറക്റ്റായിട്ട് ഇതാണ് കണ്ടോ, 9 കിട്ടി കേട്ടോ. ഇവിടാണ് ഇത് നമ്മുടെ കൈയെത്തുമ്പോൾ ഇതാകുമ്പോൾ 9 കിട്ടി. അപ്പോൾ ഈ കൈക്കുഴി 5.5 മതി. 6 എടുത്തേക്ക് നമ്മുടെ ആം ഹോൾ കുഴിഞ്ഞു വരും. അപ്പോൾ അത് തെറ്റാ, 5.5 എടുത്താൽ മതി കേട്ടോ. അപ്പോഴാണ് കൈക്കുഴിയുടെ മനസ്സിലായല്ലോ. തുണിയുടെ ചീത്താസൊക്കെ വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങളെ അളവെടുത്ത് കാണിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇത്രയും ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യുന്നത് കേട്ടോ.
അല്ലെങ്കിൽ അളവെടുത്ത് തയ്ക്കുമ്പോൾ ഞാൻ ഇത്രയും ചോപ്പൊന്നും മാർക്കൊന്നും ചെയ്യത്തില്ല, ടൈറ്റായിട്ട് വരും. അപ്പോൾ ഞാൻ ഷോൾഡർ 5.25 എടുത്തു, കൈക്കുഴി 5.5 എടുത്തു. 6 എടുത്തപ്പോൾ ആം ഹോൾ റൗണ്ട് കൂടുതൽ വന്നു, അതുകൊണ്ടത് തെറ്റാണ്. അപ്പോൾ അത് 5.5 പിടിച്ചു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്കിൽ നെക്കാണ്. നെക്ക് എടുത്തിട്ട് ഇതേപോലെ നോക്കിയാൽ മതി കേട്ടോ. കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു സ്കെയിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഈ ലെന്ത് നോക്കുക, 7.5 ഉണ്ട്. വിത്ത് നോക്കുന്നത് ഇതേപോലെ കണ്ടോ, വിത്ത് നോക്കുന്നത് ഇതേപോലെ 6 അപ്പോൾ 6ൻ്റെ പകുതി 3. കഴുത്ത് ബാക്കിൻ്റെ നെക്ക് ഇതിൻ്റെ ലെന്ത് വന്നേക്കുന്നത് 7.5. അപ്പം ഇവിടെ നിന്ന് നെക്ക് നമ്മൾ 7.5 മാർക്ക് ചെയ്യാം. വിത്ത് വൈഡ് 6 വന്നത്, അപ്പോൾ അതിൻ്റെ പകുതി 3. പക്ഷേ തുണിയിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ 2.25 എടുത്താൽ മതി. തയ്ച്ച് കഴിയുമ്പോൾ അത് നമുക്ക് 3 കിട്ടും കേട്ടോ. 4 ഇഞ്ച് കുറച്ചെടുത്താൽ മതി. ഓക്കെ, ഇങ്ങോട്ട് നമുക്ക് ഈ 2.25 ഇവിടെ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഷേപ്പ് എടുക്കാം. ഇതേപോലെ ഷേപ്പ് എടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഇവിടുന്ന് നമ്മുടെ വേസ്റ്റ് ഭാഗത്ത് വണ്ണല്ലേ, ആ ടക്ക് ഇടുന്നതിൻ്റെ ഇതാണ്, ഇതിൻ്റെ പകുതി കാണാൻ എടുക്കണം. ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം കണ്ടതിന് ശേഷം 9.5 9.5യുടെ പകുതി 4.25 മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഒരു 4 ഇഞ്ച് വരെ നീളം, എന്നിട്ട് 1/2 ഇഞ്ച് കട്ട്. ഓക്കെ, നമുക്ക് കട്ട് ചെയ്യാം. ബാക്ക് പീസിൻ്റെ അളവ് കഴിഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. നിങ്ങൾ നല്ല ക്ലിയറായിട്ട് ഓരോന്നും ചെയ്ത് നോക്കണം. നല്ല രീതിയിൽ ഒരു മീറ്റർ തുണി എടുക്കുക. ഞാൻ ഈ ചെയ്യുന്ന ഓരോന്നും അതനുസരിച്ച് ചെയ്ത് നോക്കുക. അതിൽ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ആദ്യം അങ്ങനെ കട്ട് ചെയ്യുക. നിങ്ങളുടെ അളവ് ബ്ലൗസ് എടുക്കുക. ഇതേപോലെ ഇപ്പോൾ ഞാൻ ഈ ചെയ്തേക്കുന്നത് പോലെ ഓരോന്നും ചെയ്ത് നോക്കുക കേട്ടോ. ഉണ്ട് കത്തിരിയുടെ തുമ്പ് കൊണ്ട് ഇങ്ങനെ ഇതേപോലെ ചെയ്തെടുക്കണം. ഉണ്ടോ, ഇതല്ല കേട്ടോ. ഇവിടെ നമുക്ക് ഇത് തെറ്റാണ്. 6 വേണ്ട, 5.5 വേണ്ടത്. അവിടെ ഞാൻ കട്ട് ചെയ്ത് കേട്ടോ. ഷേപ്പ് എടുത്തു. ബാക്ക് പീസിൻ്റെ കട്ട് ചെയ്തു. ഇനി ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ നേരം ഇതേപോലെ ഇനി ഇങ്ങോട്ട് തിരിച്ചിടണം. ഇനി ഫ്രണ്ട് പീസിൽ നമുക്ക് ഓപ്പൺ വരാമല്ലോ. കട്ട് ചെയ്ത ഭാഗം അപ്പുറത്തോട്ടിട്ട് ഇവിടെ ഓപ്പൺ വരുന്ന ഭാഗം. ഇപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്ക് പീസിനെ എടുത്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ അളവിനനുസരിച്ച് മാർക്ക് ചെയ്തങ്ങ് വെക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഇവിടുത്തേനേക്കാളും ഒരു 1.5 ഇഞ്ച് നീളം കൂട്ടിയെടുക്കുക. ബാക്കിനേക്കാളും ഫ്രണ്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം 1.5 ഇഞ്ച് കൂടെ നീളം കൂട്ടിയെടുക്കുക. ഇത് കട്ടിങ് പീസിന് വേണ്ട, ഈ കട്ടിങ് പീസിന് വേണ്ടിയാണ്. നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ചൊക്കെ ചെയ്യുമ്പോൾ തയ്ക്കുമ്പോൾ വരുമ്പോൾ കുറവ് വരും. അപ്പോൾ അതിനാണ് ഇവിടെ 1.5 ഇഞ്ച് കൂട്ടി എടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് ഇതാണ്ട് കണ്ടില്ലേ, ഇതിനേക്കാളും 1.5 ഇഞ്ച് നീളം കൂട്ടി. ഇനി നമുക്കിത് മാറ്റാം. ഇത് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട് ഭാഗത്ത് ഫ്രണ്ട് നെക്ക് എടുക്കുക. ലെന്ത്
ഷോൾഡറിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഇറക്കം എവിടം വരെ വേണം നോക്കണം. രണ്ട് കാണാമോ? ഇവിടുന്ന് ഇവിടം വരെയുള്ള ഇറക്കം, കഴുത്തിൻ്റെ ഇറക്കം ഫ്രണ്ട് ഞാൻ ഓരോ ഭാഗത്തെ എടുക്കുന്ന രീതിയാണ് ഈ പറഞ്ഞു തരുന്നത്. 6.5 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കണ്ടോ 6.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് വീതി അതേപോലെ തന്നെ 2.25. എന്നിട്ട് നമുക്ക് ആം ഹോൾ കർവ് വെച്ച് ഷേപ്പ് എടുക്കാം. നെക്കിങ്ങനെ കണ്ടോ, ഇത് ഇത്രയും മനസ്സിലായല്ലോ. ഫ്രണ്ട് ഇത് ബാക്ക് ഭാഗമാണ് കുഴിച്ചു വെട്ടിയത്. ഫ്രണ്ട് കുഴിച്ചു വെട്ടുമ്പോൾ ഇത് 1/2 ഇഞ്ച് ഇതേപോലെ അങ്ങ് വെട്ടിയത്. ഇതേപോലെ നമ്മൾ 1/2 ഇഞ്ച് എടുക്കും. അതായത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തത് 1/2 ഇഞ്ച്. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഈ കൈക്കുഴിയുടെ ഈ ഭാഗത്ത് മതി. ഇവിടുന്ന് നമുക്ക് ഒരു ഇവിടെ ഇതിനേക്ക് ആദ്യത്തെ അളവ് കണ്ടില്ലേ, ഇവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ഡോട്ടിട്ട് ഈ 1/2 ഇഞ്ചിൽ കൊണ്ടുവന്ന് ഇവിടെ വണ്ണത്തോട് ചേർത്തങ്ങ് വെക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ടക്കിൻ്റെ പോയിൻ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ടക്ക് പോയിൻ്റ് കണ്ടുപിടിക്കുന്നത് ആദ്യം ടക്കിൻ്റെ വിത്ത് കണ്ടുപിടിക്കണം, വീതി. ഇത് മെയിൻ ടക്കിൻ്റെയാണ് നോക്കേണ്ടത്. ഇതാണ് മെയിൻ ടക്ക്. 4.25 ഉണ്ട്. ഇവിടുന്ന് ഇവിടം വരെ വരുമ്പോൾ 4.25. അപ്പോൾ നമ്മൾ വേണ്ടില്ലേ ഇവിടുന്ന് 4.25 മാർക്ക് ചെയ്യാം ടക്കിൻ്റെ വീതി. ഇനി എന്നാൽ കഴിഞ്ഞതിന് ശേഷം ടക്കിൻ്റെ ലെന്ത് നോക്കുന്നത് വേണ്ട ഈ നീളം മുതൽ ഷോൾഡറിൻ്റെ ജോയിൻ്റില്ലേ വരെ എത്രണ്ട് 9.5. അപ്പോൾ നോക്കുക 9.5ക്ക് 10. ഞാനിവിടെ 10 വെച്ചിട്ട് കണ്ടോ 10 മാർക്ക്. ഇതാ 1/2 ഇഞ്ച് ഇവിടെ തയ്യൽത്തുമ്പോൾ പോകും, അതിനാണ് 1/2 ഇഞ്ച് കൂട്ടിയെടുത്തത്. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഇനി നോക്കുന്നത് ഇതൊക്കെ എളുപ്പമുള്ള വഴിയാണ് കേട്ടോ, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ഈ ലെന്ത് നോക്കുക, കട്ടിങ് പീസിൻ്റെ മെയിൻ ടക്കിൻ്റെ ഈ ലെന്ത് 3.5 ഉണ്ട്. അപ്പോൾ 4 എടുക്കുക. ഇവിടെ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ 4 എടുക്കുക. 4ൽ നിന്ന് നേരെ ഒരു ലൈൻ ചെയ്യും. കണ്ടോ? അത് കഴിഞ്ഞതിന് ശേഷം മെയിൻ ടക്കിൻ്റെ വീതി ഇത്. എന്നിട്ട് നമുക്ക് അളവിൽ തന്നുകൊണ്ട് ഈ ടക്കിൻ്റെ നീളം വീതി എത്ര പിടിച്ചേക്കെന്ന് നോക്കിയാൽ മതി. ഇവിടുന്ന് ഇവിടം വരെ വന്നേക്കുന്നത് 1.5. ഇവിടെ 1.5 മാർക്ക് ചെയ്യാം, ഇവിടെയും 1.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ മെയിൻ ടക്ക് എടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ഈ ടക്കിൽ നിന്ന് ഇങ്ങോട്ട് പോകും. ഒരു 2.5 കൊടുക്കാം. 2.5 മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് മാർക്ക് ചെയ്യും. ഈ കൈക്കൂടെ ഭാഗത്തോട്ട് വരും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്ക് ഒരു 1.5 എടുക്കാം. അപ്പോൾ ഇതിൻ്റെ പോയിൻ്റ് ഇവിടെ നിൽക്കും. അപ്പോൾ ഞാൻ ഒന്ന് കണ്ടോ. എന്നിട്ട് ഇതിൻ്റെ നീളം നോക്കി. ഇവിടുന്ന് ഇവിടം വരെയുള്ള നീളം 4 ഇഞ്ച്. 4 ഇഞ്ചിൻ്റെ പകുതി മാർക്ക് ചെയ്യുക, 2 ഇഞ്ച്. ഇതാണ് നമ്മുടെ വണ്ണം. എന്നിട്ട് ഇവിടെ 4 ആയിരുന്നു, അതിൻ്റെ പകുതി 2 ഇഞ്ച്. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഈ ഒരു ഷേപ്പ്, എന്നിട്ട് ഇവിടുന്നത് ഈ ഷേപ്പ് കണ്ട കട്ടിങ് പീസിൻ്റെ. നമുക്ക് ഈ ലെന്ത് വന്നേക്കുന്ന എത്ര വന്നു? 14.5 വന്നു. അതായത് കണ്ട കട്ടിങ്ങിൻ്റെ ഇത് റേസർ കട്ടിങ്ങിൻ്റെ നീളമാണ്. അത് കുറയരുത് കേട്ടോ. നമുക്ക് അളവ് തന്നിട്ടുണ്ട്. ഇത് ഞാൻ തയ്ച്ച ബ്ലൗസ് തന്നെ, ടീച്ചറിൻ്റെ ബ്ലൗസാണ്. ഇവിടുന്ന് 13 ഉണ്ട്. അപ്പോൾ നമുക്ക് തയ്യലെല്ലാം കൂടെ തയ്യൽത്തുമ്പോൾ എല്ലാം കൂടെ പോകുമ്പോൾ ഒരു ഇഞ്ച് കൂടെ കൂട്ടി വെക്കണം. 14 വരും. ഇവിടെ 1/2 ഇഞ്ച് പോവും, ഇവിടെ 1/2 ഇഞ്ച് പോവും. അപ്പോൾ 14 ഉണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക്
ഇതിങ്ങനെ കട്ട് ചെയ്യാം. ഈ കട്ടിങ്ങിൻ്റെ വീല് വരച്ചു. ഇവിടെ നമുക്ക് ഇതിൻ്റെ നീളം നോക്കിയിട്ട് വരച്ചല്ലോ, ഇവിടെയും വരച്ചു. എന്നിട്ട് ഇവിടുന്ന് 2 ഇഞ്ച് പകുതി മാർക്ക് ചെയ്ത് ഈ ഒരു കട്ടിങ്ങിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടി പല രീതിയിൽ ബ്ലൗസ് കട്ട് ചെയ്യുക. ഇതൊരു മോഡലാണ്, പല രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും കേട്ടോ. നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. കത്തിയുടെ തുമ്പ് വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇത് മാറ്റാം. അതെ, ഇതാണ് മെയിൻ ടക്ക്. മൂന്ന് ടക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ഒന്നീ സൂചി വെച്ച് കുത്തുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഒരു പൂമ്പ് എടുക്കുക. ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു സൂചി വെച്ച് അപ്പുറത്ത് മാർക്ക് ചെയ്യുക. ഇവിടെ ഇങ്ങനെ കുത്തിയതിന് ശേഷം കണ്ട, അപ്പോൾ അപ്പുറത്തും നമുക്ക് ഇങ്ങനെ വരും. മൂന്ന് ടക്ക് കൊടുത്തു. അപ്പം ബാക്ക് പീസും വെട്ടി ഫ്രണ്ട് പീസും വെട്ടി. ഇനി നമ്മൾ ഇതങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ 3 ഇഞ്ചല്ലേ എടുത്തേക്കുന്നത്. ഈ മെയിൻ ടക്കിൻ്റെ നീളം നമ്മൾ 1.5 3 എടുത്തത്. ആ 3 ഇവിടെ അങ്ങ് കുറച്ചാൽ മതി കേട്ടോ. ആ 3 ഇഞ്ച് ഇവിടെ അങ്ങ് കുറയ്ക്കുക. അപ്പോൾ ആ നീളം എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ എടുക്കണേ. ഇത് എളുപ്പമുള്ള വഴിയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിവിടെ ഒരു ഇത്രയും നീളം വേണ്ട. ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് കുറച്ച് ഒരു ഷേപ്പ് എടുക്കാം. അതിൽ നമുക്ക് നീളത്തിലൊന്നും ഇറക്കത്തിലൊന്നും കുറയത്തൊന്നുമില്ല. ഇത് ഫ്രണ്ടാണെന്നറിയാൻ വേണ്ടി ഇവിടെ ഒരു നമ്മൾ മാർക്ക്. ഇത് സൈഡ് പീസ് കേട്ടോ, ഇത് ഫ്രണ്ടാണ്. ഇനി നമുക്ക് സ്ലീവ് വെട്ടാം. തുണിയെ 4ആയിട്ട് മടക്കിയിടാം. തുണിയെ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം കൈയുടെ ഇറക്കം നോക്കുക. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഇറക്കം എത്രയാണെന്ന് വെച്ചിട്ട് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടുക. 8.5 8.5 1.5 കൂട്ടുമ്പോൾ 8.5 1 10.5 10 ഇഞ്ച് വരും കേട്ടോ. 10 ഇഞ്ച് മാർക്ക് ചെയ്ത് എന്നിട്ട് നമ്മുടെ ഇവിടുന്ന് ഇവിടം വരെയുള്ള നോക്കുക. തയ്യൽ തുമ്പോട് കൂടി എത്ര കിട്ടുമെന്ന് നോക്കുക. 11 ഉണ്ട്. നമുക്കിവിടെ ആംഹോൾ കുഴിച്ച് വെട്ടുമ്പോൾ ഇത് വേണം, 11 വേണം. ഇവിടുന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഷേപ്പ് എടുക്കുക. നമുക്ക് ഇവിടെ അടിച്ചു വരുമ്പോൾ കറുത്തായിരിക്കും. സെൻറ്റർ ഭാഗത്ത് നോട്ടിട്ട് കൊടുക്കും.
എന്നിട്ട് രണ്ട് കൈക്കുള്ള ഫ്രണ്ട് ഭാഗം കുഴിച്ച് വെട്ടണം. ഇവിടുന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 1.5 ഇഞ്ച് തയ്യത്തുമ്പോണ്ടല്ലോ. എന്നിട്ട് ഇവിടെ ഒരു സെൻറ്റർ വന്നിട്ട് ഇവിടുന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ തയ്യൽ തുമ്പിൻ്റെ മാർക്ക് ചെയ്യുക 1.5. എന്നിട്ട് ഈ ലെന്ത് നോക്കുക, 7 ഉണ്ട്, 7ൻ്റെ പകുതി 3.5. എന്നിട്ട് ഇവിടുന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക കുഴിച്ച് വെക്കാൻ. എന്നിട്ട് ഇവിടുന്ന് ഡോട്ടിട്ട് 1/2 ഇഞ്ചിലോട്ട് കുഴിച്ച് വെക്കും. എന്താണെന്നറിയാൻ വേണ്ടി ഉണ്ടോ ചെയ്ത്. ഇപ്പം നമ്മൾ ബാക്കും വെട്ടി, ഫ്രണ്ട് വെട്ടി, കട്ടിങ് പീസ് വെട്ടി, സ്ലീവ് വെട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ 3 പീസ്, 2 പീസല്ലേ, 6 പീസ് വേണം മൊത്തം. ഇനി 4 എണ്ണം കൂടെ വേണം. ഇതിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ഇതിൽ നിന്ന് വെട്ടാം, അല്ലെങ്കിൽ പിന്നെ മാച്ചിങ് കളർ വേറെ കട്ടിക്ക് കൊടുക്കും കേട്ടോ. ബാക്കിലെ പടിക്ക് 1.5 ഇഞ്ച് കൂട്ടണം. ബാക്കിലെ പടി എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഇവിടുത്തെ ഇത് 1.5 ഇഞ്ച് നീളത്തിൽ ഒരു പീസ് കട്ട് ചെയ്യണം. 1.5 ഇഞ്ച് നീളത്തിൽ കുറച്ച്, 1.5 ഇഞ്ച് വീതിയിൽ കേട്ടോ, കുറച്ച് നീളത്തിൽ ബാക്കിലെ പടി. ഇനി നമുക്ക് കൊളുത്ത് വെക്കുന്നതിന് 2.5, കൊളുത്ത് ഇടുന്നതിന് 2. ഇത് നമുക്ക് ഒരെണ്ണം കൂടെ ഇതിൽ നിന്ന് കെട്ടാം. ഇതിനെടുത്ത് ഇതിനെടുക്കാൻ ഇനി ഇതിൻ്റെ ഉള്ളിൽ 2 പീസ് കൂടെ കൊടുക്കണം കേട്ടോ. ഇത് വേറെ ഏതെങ്കിലും കളർ വേണം. ഇനി നമുക്ക് എന്താ വേണ്ടേ, നെക്കിന് വേണം അല്ലേ. നെക്കിന് ക്രോസ് പീസ് എടുക്കണം. ഇവിടുന്ന് ഇതേപോലെ ഒരു 1.25 വീതി കണ്ടോ, 1.25. ഇങ്ങനെ വെട്ടുന്നതാണ് സ്ട്രെയിറ്റ്. ഇങ്ങനെ ക്രോസ് ആയിട്ട് വരുന്നത് ക്രോസ് പീസ്. അപ്പോൾ അത് കഴിഞ്ഞു. കൊളുത്തി വെക്കാനുള്ള പടി അപ്പം നമ്മളെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ. കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എല്ലാം കൂടെ ഒന്നാക്കി മടക്കി വെക്കണം. ഇനി ഇതിൻ്റെ കളർ നൂലെടുത്ത് തച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, മനസ്സിലാക്കുക. ഓക്കെ, അവർ തന്നെ 2 ബ്ലൗസ് കൂടെ വേറെ തന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് പിന്നീട് കട്ട് ചെയ്യാം. ഈ ഞാൻ കട്ട് ചെയ്ത ബ്ലൗസ് തുണിയില്ലേ, അത് വെച്ച് ഈ ഒരളവായതുകൊണ്ട് അത് വെച്ച് തന്നെ നമുക്കിത് കട്ട് ചെയ്യാം. വളരെ എളുപ്പമാണ്. വീണ്ടും അളവ് എടുക്കേണ്ട, അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇത് ചെയ്തെടുക്കുക. എല്ലാവരും ചെയ്ത് നോക്കണം, മനസ്സിലാക്കണം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബ്ലൗസിൻ്റെ മാത്രം ഞാൻ 1 മാസത്തെ കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. 1 2 പഠിച്ചു തീർന്നില്ലേ 2, അത് 2 മാസത്തെ കോഴ്സായിട്ട് എടുക്കാം. ബ്ലൗസിൻ്റെ മാത്രം എല്ലാ മോഡലും ലൈനിങ് ഉൾപ്പെടെ 500 രൂപ ഫീസ് കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ബ്ലൗസ് എല്ലാ മോഡലും നിങ്ങളുടെ ഡൗട്ടുകൾ തീർത്ത് നല്ല രീതിയിൽ പഠിപ്പിച്ചിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ക്ലാസ്സുകൾ തരും, ലൈവ് ക്ലാസ് വരാം. വാട്സപ്പിലൂടെ ലിങ്ക് ഇട്ട് തരാം. നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് കൊടുക്കും. അപ്പോൾ ഞാൻ നമ്പർ കൊടുത്തേക്കാം. ബ്ലൗസ് പഠിക്കാൻ താല്പര്യമുള്ളവർ
വാട്സപ്പിൽ വരുന്നത്. ബ്ലൗസ് ഞാൻ ഓൾറെഡി എല്ലാം കൂടെ ഉള്ള ക്ലാസ് എടുക്കുന്നുണ്ട്. ചിലർക്ക് ബ്ലൗസ് മാത്രം മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇത് നോക്കുന്നത് എല്ലാ മോഡൽ ബ്ലൗസും കൂടെ 500 രൂപയ്ക്ക് പീസ് കേട്ടോ. 2 മാസത്തെ കോഴ്സ്. ഓക്കെ, താല്പര്യമുള്ളവർ വരിക. ഇത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ.